ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്ന് കിച്ചു കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അമ്മ പാടത്തേക്ക് മീൻ പിടിക്കാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പോയിട്ട് പാടമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആ കുളത്തിൽ മീൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം പോയിട്ട് പിടിക്കാമൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാനും കിച്ചുവും കൂടി ഇതാ പാടത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. കിച്ചു പറഞ്ഞു അമ്മ എൻ്റെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. അപ്പോൾ കിച്ചുവിൻ്റെ കുഞ്ഞു വണ്ടി ഒന്ന് കാണാം. കിച്ചുവിൻ്റെ എല്ലാമായ സൈക്കിളാണിത്. ഇത് പുറത്തേക്കൊന്നും അവൻ ഓടിക്കാറില്ല, കാരണം അവന് കുറച്ച് കാലെത്തില്ല, അതുകൊണ്ട് അവൻ ഓടിക്കലില്ല. പിന്നെ ചെറിയ വണ്ടികളൊക്കെ ഏട്ടൻ്റെ കുട്ടികളതൊക്കെ അങ്ങനെ ഓടിക്കും. ഇത് കുറച്ചും കൂടി ഓനാവണം. ഇനി കണ്ണേട്ടൻ വന്നിട്ട് ഇപ്പോൾ ആയിരുന്നു, ആൾ ഓടിക്കാറൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി കണ്ണേട്ടൻ വന്നിട്ട് ഒന്നും കൂടി അവനെ റോട്ടിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓന് ബെല്ലടിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. സൈക്കിൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം തുടച്ച് അവൻ നല്ല വൃത്തിയാക്കും. പിന്നെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നിർത്തും വേണം. അപ്പോൾ ഗൈസ് ഞങ്ങൾ രണ്ടാളും കൂടിയും പോയി വരാം. ഇച്ചു എന്തായാലും പറയടാ. ബെല്ലടിക്കുക. അപ്പം ബെല്ലടിച്ച് ബെല്ല് കേടരണ്ട. അപ്പം നമുക്ക് പാടത്തേക്ക് പോവാം. അപ്പം ഞാനും കിച്ചുത പാടത്തെത്തി. അപ്പം ഞങ്ങളെ രണ്ടാളെ മനസ്സും കണ്ണുകളും ഒക്കെ നല്ലോണം നിറഞ്ഞു. അത്രയ്ക്കും ഭംഗിയാണ്. അപ്പോൾ ദാ ഈ വയലിൻ്റെ അടുത്ത് കൂടെ നടക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ നെല്ലൊക്കെ നല്ലോണം വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാടം കണ്ടപ്പോൾ കിച്ചുവിന് ഓരോ സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് എല്ലാതും സംശയമാണല്ലോ. അപ്പം ഞാനും കിച്ചും കൂടി ഇതായി പാടത്ത് കൂടെ അങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കിച്ചു എന്തൊക്കെ പാട്ടും ഒക്കെ പാടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കിച്ചു ഇവിടെ ഒരു തോടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, അതിൽ മീൻകുട്ടികളുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പം അപ്പോൾ തോടിൽ ആകെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ പിടിക്കാൻ നല്ല സുഖമാണ്. അപ്പം നമുക്കെന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാം ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒരുപാട് മീനുകൾ ഇങ്ങനെ പൊന്തണു. അപ്പോൾ കിച്ചു പറഞ്ഞു അമ്മയ്ക്ക് മീൻ പിടിക്കണം പറഞ്ഞു. അപ്പോൾ ഞാനും അവനും കൂടി മീൻ പിടിക്കാൻ ഇറങ്ങി. അപ്പോൾ അവൻ്റെ കുപ്പായൊക്കെ മാറ്റി കൊടുത്തു. അപ്പോൾ ഞാൻ മീൻ പിടിച്ചത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയ മീനുകൾ. കുഞ്ഞു മീനുകളാണ് കണ്ടോ. അത്രയും കുഞ്ഞു മീനാണ് പിടിക്കാൻ പറ്റിയത്. അതിൻ്റെ നടുക്കൊക്കെ പോയ ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പേടികൊണ്ട് അങ്ങോട്ട് പിടിക്കാൻ പോയില്ല. അങ്ങനെ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോഴാണ് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പോൾ കിച്ചു ഓരോരോ സൂര്യനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിടിക്കാൻ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.